ഹരിപ്രസാദിന്റെ മാത്രം കാര്യമല്ലേ, എന്താ അവന് നാട്ടിലേക്ക് പോവാൻ വയ്യാത്തേന്ന് അറിയണ്ടേ? ഞാനിപ്പോ എങ്ങനെയാ അത് പറയുന്നേ? ഓ എങ്കിൽ പറയണമെന്നില്ല. അങ്ങനെയല്ല, ഉദയേട്ടൻ അറിയണം. നാട്ടിൽ ചെന്ന ഹരിപ്രസാദിനെ കൺകുളിർക്ക് കാണാനും മനസ്സ് തണുക്കെ ഉരിയാടാനും ഒരാളില്ല. ആരാ? നന്ദന. നന്ദന ഇവിടെയല്ലേ? അവൾ ഇവിടെ ആയതുകൊണ്ട് ഹരിപ്രസാദ് നാട്ടിലേക്ക് പോകുന്നേ ഇല്ല. കാർത്തിക് എത്ര നോൺസെൻസ് പറയുന്നത് നിർത്താറായില്ലേ? ഓ, എന്റെ തൃപ്രയറപ്പനാണ്. ഹരിപ്രസാദ് നന്ദനയുടെ കണ്ണിൽ നോക്കി ഇതേ വാചകം പറയുന്നത് ഞാൻ എന്റെ 2 ചെവി കൊണ്ട് കേട്ടതാ ഉദയേട്ടാ. സ്വന്തം ഭാര്യയെ അവന് കാണണ്ട. താലി കെട്ടിക്കൊണ്ടുവന്ന് ഒരു പാവം പെണ്ണിനെ നാട്ടിൽ തള്ളിയിട്ടുണ്ട്. അവൾ അവിടെ, അവൻ ഇവിടെ. അല്ല, അവനെ പറഞ്ഞിട്ടും കാര്യമില്ല. കാണേണ്ടയാൾ ഇവിടെ ആണല്ലോ. എന്നാ പോട്ടെ, ആണുങ്ങൾക്ക് അങ്ങനെ പല ചാബല്യങ്ങളും ഉണ്ടാവും. പെണ്ണുങ്ങൾ അവരെ നിലയ്ക്ക് നിർത്തണ്ടേ? ഞാനായിരിക്കണമായിരുന്നു അവന്റെ മുഖത്ത് നോക്കി ഇറങ്ങി പോടാ വെളിയിലെന്നും പറഞ്ഞു ഓരോ താട്ടിയനെ. അന്യപുരുഷന്റെ ഭാര്യയുടെ പ്രേമസല്ലാപം കൊണ്ട് വന്നിരിക്കുന്നു. ഉദയേട്ടൻ ഒന്ന് മാത്രം ആലോചിച്ചാ മതി. ഹരിപ്രസാദ് ഇവിടെ കയറി വന്ന് ഇത്രയും ചങ്കൂറ്റത്തോടെ ഇത് പറഞ്ഞു. അപ്പോ അവര് രണ്ടുപേരും മാത്രമുള്ള സ്ഥലമായിരുന്നെങ്കിൽ എന്തൊക്കെ പറയുമായിരുന്നു, എന്തൊക്കെ ചെയ്യുമായിരുന്നു. അല്ല, ഇതിങ്ങനെ വിട്ടാ ശരിയാവില്ല ഉദയേട്ട. കൊത്തി കൊത്തി കോവിലകത്തിനകത്ത് കയറി കൊത്താൻ തുടങ്ങി. ഉദയേട്ടന് ഭാര്യ അന്ധമായി വിശ്വാസം ഉണ്ടായിരിക്കും, പക്ഷേ ബാക്കിയുള്ളവർക്ക് ഇവിടെ ജീവിക്കണ്ടേ? അതുകൊണ്ട് നന്ദനയോട് ചോദിക്കണം. പതിവ് പോലെയല്ല, കയ്യോടെ പിടിച്ചു നിർത്തി ചോദിക്കണം. ഇപ്പോഴേ മോളിൽ ദിവാസ്വപ്നം കണ്ട് നിൽക്കുകയായിരിക്കും. ഇന്ന് സ്വപ്നം കാണാനുള്ള വക കിട്ടിയിട്ടുണ്ടല്ലോ. ഞാൻ പറഞ്ഞത് കള്ളാണോ എന്ന് ഉദയേട്ടൻ ചെന്ന് നോക്ക്, അപ്പൊ കാണാം. തിരക്കില്ല. ദിവാസ്വപ്നം കണ്ടു കഴിഞ്ഞിട്ട് അവിടുന്ന് മാറിയാ മതിയായിരുന്നു. സ്വപ്നം ഇടയ്ക്ക് വെച്ച് മുറിയണ്ട. ദിവാസ്വപ്നോ? ആ, പകൽ കിനാവെന്നും പറയും. ഞാൻ ആരെ കിനാവ് കാണാനാ? ആരുമില്ലേ? ഇല്ലെന്ന് പറഞ്ഞാ അത് കള്ളാവും. പക്ഷെ എന്റെ സ്വപ്നത്തിൽ വരുന്ന ആള് മുന്നിൽ നിൽക്കുമ്പോ ഞാൻ എന്തിനു കിനാവ് കാണണം? ഭംഗിവാക്ക് കൊള്ളാം, പക്ഷേ എപ്പോഴും അതിന് ഭംഗി ഉണ്ടാവണമെന്നില്ല. എന്റെ ശബ്ദത്തിനൊരു മയമില്ലാത്ത പോലെ. ജെപിയോട് സംസാരിച്ച് മുഷിഞ്ഞു, അതോ സജികുമാറുമായിട്ടായിരുന്നു തർക്കം? നന്ദന വിഷയം മാറ്റണ്ട. എന്താ പറ്റിയത്? മനസ്സിലായില്ലേ തനിക്ക്? തീരെ മനസ്സിലായില്ല? ഇല്ല. എന്താന്ന് പറയാതെ ദേഷ്യപ്പെട്ട ഞാൻ എങ്ങനെയാ അറിയുന്നത്? ഇപ്പൊ മനസ്സിലായോ? എന്തു പറ്റി? എന്നും എന്റെ കണ്ണും മൂടിക്കെട്ടാന്ന് വിചാരിച്ചോ? തനിക്ക് ഞാൻ സ്വാതന്ത്ര്യം തന്നിട്ടുണ്ടെങ്കിൽ അതെനിക്ക് വിശ്വാസം ഉണ്ടായതുകൊണ്ടാ. പക്ഷെ താൻ ആ സ്വാതന്ത്ര്യം മിസ്യൂസ് ചെയ്തു. എന്റെ വിശ്വാസത്തിന്റെ കണ്ണ് മൂടിക്കെട്ടി. ദയവ് ചെയ്ത് എന്താ കാര്യം എന്നൊന്ന് പറയാമോ? ഓ, പിന്നെ ആക്ടിങ്. ഇന്നിവിടെ ഹരിപ്രസാദ് വന്നിരുന്നോ? നിങ്ങൾ തമ്മിൽ സംസാരിച്ചോ? ഓ, അതാണോ? എന്താ, അതത്ര നിസ്സാരമായ കാര്യമാണോ? ഹരിയേട്ടൻ വന്നു, ഞങ്ങൾ സംസാരിച്ചു.
ട്രാൻസ്ഫർ ആയിട്ടും അയാൾക്ക് തൃശ്ശൂരിൽ നിന്ന് പോകാൻ കഴിയുന്നില്ല. കയ്യും കാലും മനസ്സും ഇവിടെ കെട്ടിയിട്ടിരിക്കല്ലേ. കെട്ടിയ ആ ചരടിന്റെ അറ്റം തന്റെ കയ്യിലാ ഉള്ളത്. എന്തൊക്കെയായി പറയുന്നത്? ഞാൻ പറയുന്നതാണ് തെറ്റ്. നിങ്ങൾക്ക് എന്തു ആവാം. ഞങ്ങൾ എന്ത് ചെയ്തു? അവസരം കിട്ടിയാൽ നിങ്ങൾ എന്തും ചെയ്യും. എന്റെ വീട്ടിൽ വന്ന് ഹരിപ്രസാദ് തന്റെ മുന്നിൽ മനസ്സ് തുറന്നു. നന്ദൻ അതിൽ പങ്കുചേരുന്നു. വാക്കുകൾക്ക് വേണ്ടി രണ്ടുപേരും പരതുന്നു. എന്താ ഇതിനൊക്കെ പറയണ്ടേ? ആരോ പറഞ്ഞു തന്ന കെട്ടുകഥയൊക്കെ വിശ്വസിച്ച് ഇങ്ങനെ തരം താഴ്ന്ന് സംസാരിക്കാതെ. നോ, ഞാൻ തരം താഴ്ന്നു. അപ്പൊ നിങ്ങളോ? പറ, നിങ്ങളോന്ന് ടെൽ മീ. എനിക്ക് ഉത്തരം വേണം. എന്റെ വാക്കാണോ തരം താഴ്ന്നത്, അതോ നന്ദന്റെ പ്രവൃത്തിയോ? പറ. ഉത്തരവല്ലേ വേണ്ടത്? കേട്ടതും അറിഞ്ഞതും ഒക്കെ ശരിയാണ്. അതെ, ഹരിയേട്ടൻ ഈ നാട്ടിൽ നിന്ന് പോവാൻ പഠിക്കുന്നതിന് കാരണം ഞാനാണ്. എന്റെ പ്രസൻസ് ആണ്. അത്രയും മതി ആ മനുഷ്യന്. എങ്കിൽ പോണ്ടെന്ന് ഞാനും പറഞ്ഞു. ഹരിപ്രസാദിനോട് അങ്ങനെ പറഞ്ഞോ? പറഞ്ഞു. ഇനിയും ചിലപ്പോ പറഞ്ഞെന്നിരിക്കും. എന്നെ വിശ്വാസമില്ലാത്തതുകൊണ്ടാണെന്ന് വെച്ചോ. എങ്കിൽ പോ. എവിടെയെന്ന് വെച്ചോ പോ. ഞാൻ നോ. വീഴടി, ഉരുണ്ട് നീ താഴേക്ക് വാ. ഇനി താഴെ എത്തുമ്പോ നിന്റെ നടുവിന് എന്റെ വക ഒരു ചവിട്ടോട് തരുന്നുണ്ട്. എന്റെ ദൈവമേ. അയ്യോ. എന്തായിരുന്നു കാർത്തികേച്ചി? അല്ല, അതില് എന്താ? എന്തോ ഒരു അടിശബ്ദം കേട്ട പോലെ തോന്നി. ദിവാസ്വപ്നം കാണുകയായിരുന്നോ ചേച്ചി? ഹരിപ്രസാദിനൊന്ന് വിളിച്ചാലോ? പിന്നേക്ക് വെച്ചാൽ ചിലപ്പോൾ മറന്നുപോകും. വിളിക്കാലോ, ഞാൻ പെർമിഷൻ തന്നിരിക്കുന്നു. ഹലോ. ആ ഉദയനാ? ആ മനസ്സിലായി. ഞാൻ വീട്ടിൽ വന്നിരുന്നു. ആ നന്ദന പറഞ്ഞു. പ്രൊമോഷൻ വിത്ത് ട്രാൻസ്ഫർ ആണല്ലേ? കൺഗ്രാറ്റ്സ്. താങ്ക് യു. ഞങ്ങളുടെ നാട് വല്ലാതെ അങ്ങ് പിടിച്ചുപോയെന്നാണ് നന്ദനയുടെ റിപ്പോർട്ട്. അതുകൊണ്ട് സ്ഥലം മാറ്റം ക്യാൻസൽ ചെയ്യാനുള്ള ഉദ്ദേശം ഉണ്ടെന്നും പറഞ്ഞു. തീരുമാനിച്ചിട്ടൊന്നുമില്ല. ആ അത് ഹരിപ്രസാദിന് ഇഷ്ടം. നോ കമന്റ്സ്. ഓക്കെ, കാണാം. ഓക്കെ, ശരി.
അറിയില്ല അല്ലേ? സ്വയം മറന്നു നിന്നാൽ സമയം പോകുന്ന അറിയില്ലെന്ന് പറയുന്നതാവും ശരി. ആഹാ, എനിക്കത്ര സാഹിത്യ ഭാഷയൊന്നും വശമില്ല. അതിന് ഞാൻ സാഹിത്യ ഭാഷയിലൊന്നും അല്ലല്ലോ സംസാരിച്ചത്. ആരെപ്പറ്റിയോ ഓർക്കുമായിരുന്നു ഹരിയെന്ന് തോന്നുന്നു. സത്യല്ലേ? ഉം. ആരുടെ കാര്യമാണ് ഓർത്തത്? എന്നോട് പറയാൻ പറ്റുന്ന ആളാണോ? പിന്നെന്താ, ഒരാളല്ല, 2 പേരായിരുന്നു മനസ്സിൽ. 2 ആളോ? അച്ഛനും അമ്മയും. അവരുടെ കാര്യം ഓർത്തത്. അച്ഛനെ അമ്മയും ഇങ്ങോട്ട് വിളിച്ചുകൊണ്ട് വരണം. അതിന് അവരിങ്ങോട്ട് വരുമോ? മരുമോളുടെ വീടല്ലേ? മരുമോളുടെ വീടോ? അതിന് തന്നെ സ്വന്തം വീടല്ലല്ലോ. ഞാൻ വാടക കൊടുക്കുന്ന വീടല്ലേ. സുപ്രിയയുടെ അച്ഛൻ ഏർപ്പാടാക്കി തന്നു, അത്രയല്ലേ ഉള്ളൂ. അതെ, ഹരിയുടെ അച്ഛനും അമ്മയും ആ അർത്ഥത്തിൽ എടുക്കുവോ? അതെന്താ, അക്കാര്യത്തിൽ തനിക്കൊരു സംശയം? ഇവിടെ വന്ന് താമസിക്കാൻ ബുദ്ധിമുട്ടുണ്ടെന്ന് അമ്മ സൂചിപ്പിക്കുകയല്ലോ ചെയ്തോ? ഇല്ലില്ല, ഞാൻ അങ്ങനെയൊന്നും അമ്മയോട് സംസാരിച്ചിട്ടേ ഇല്ല. ചെമ്പരിക്കൽ വീട് പണി പൂർത്തിയാവുന്നവരെ അവരോട് ഇവിടെ വന്ന് നിൽക്കാൻ പറയാം. ഹരിയുടെ അച്ഛൻ ഓരോരോ തിരക്കുകൾ പറഞ്ഞ് ഒഴിഞ്ഞുമാറി നിന്നേക്കും. അമ്മയെങ്കിലും വിളിച്ചോണ്ട് വരണം. അച്ഛനെ വിട്ടിട്ട് അമ്മ മാത്രമായിട്ട് വരാനോ? നടന്നു തന്നെ. 2 പേരും കൂടി വന്നു. ഒരാളെ മാത്രമായിട്ട് ഒരിക്കലും പ്രതീക്ഷിക്കണ്ട. അത് പോട്ടെ, അച്ഛൻ്റെ അമ്മയുടെ കാര്യം അവിടെ നിൽക്കട്ടെ. ഈ വീട്ടിൽ താമസിക്കുന്നതിൽ ഹരിക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? അങ്ങനെ ഞാൻ പറഞ്ഞോ? പറഞ്ഞില്ല. പറയാതെ തന്നെ ചില കാര്യങ്ങൾ നമുക്ക് മനസ്സിലാവുമല്ലോ. ലീവിന് വന്നാ ഉടനെ തന്നെ തൃശ്ശൂർക്ക് പോവാൻ ധൃതി കാണിക്കും. അപ്പോ എന്റെ സംശയം ന്യായമല്ലേ? ഇവിടുത്തെ താമസത്തിൽ ഹരിക്ക് എന്തോ ഒരു അതൃപ്തിയുണ്ട്. അതൃപ്തി എന്ന് പറയുന്നത് ശരിയല്ല, പക്ഷെ എന്തോ ഒരു കുറവുണ്ട്. സുപ്രിയയുടെ അച്ഛൻ കണ്ടുപിടിച്ചെന്ന് വീടായോണ്ടല്ല. ഇനി അതിന്റെ പേരിൽ താൻ മൂഡ് ഓഫ് ആവണ്ട. ഹരിക്കാണിപ്പോ മൂഡ് ഓഫ്. ഒറ്റയ്ക്ക് സ്വപ്നം കണ്ടു നിന്നപ്പോ ഞാൻ വന്ന് ശല്യപ്പെടുത്തിയെന്ന് തോന്നുന്നുണ്ടാവും. അല്ലെങ്കിൽ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്, ഒറ്റയ്ക്കിരിക്കാനാണ് ഹരിക്ക് ഇഷ്ടം. അടുത്ത ഫ്രണ്ട്സായി ആരുമില്ലേ? ഇതുവരെ അങ്ങനെ ആരെ പറ്റിയും പറഞ്ഞതായി ഓർക്കുന്നില്ല. അങ്ങനെ കൂട്ടം തെറ്റി മേയുന്ന ഒരാളല്ല ഞാൻ. ഒരു രഞ്ജിത്തായിരുന്നു അടുത്ത കൂട്ടുകാരൻ. അവനിപ്പോ നാട്ടിലില്ല. പിന്നെ ലൈബ്രറിയിലെ ചില സുഹൃത്തുക്കൾ. ഡീപ് ഫ്രണ്ട്ഷിപ്പുള്ള ആരുമില്ല? ഓഫീസിലോ? എല്ലാവരുമായും അടുപ്പമൊക്കെ ഉണ്ട്, അല്ലാതെ അതിനപ്പുറമൊന്നുമില്ല. പിന്നെ ഏറ്റവും നല്ലൊരു ഫ്രണ്ട് എനിക്കുണ്ടായിരുന്നു. ആളിന്റെ പേര് സുപ്രിയയ്ക്ക് അറിയാം. ആ അമ്മേ. ഇല്ല. അതെ അതെ, ഞാൻ പെണ്ണ് കാണാൻ വന്ന സമയത്ത് അമ്മ വിശദമായിട്ട് പറഞ്ഞു തന്നിട്ടുണ്ട്. നന്ദിനയുടെ കാര്യമാണ് പറഞ്ഞത്. അതിപ്പോ എന്ത് ചെയ്യാനാ? അച്ഛനോട് അഭിപ്രായം ചോദിക്കേ. നന്ദനയായിരുന്നു എന്റെ ബെസ്റ്റ് ഫ്രണ്ട്. ഇപ്പൊ അത് വെറും സുഹൃത്ത് ബന്ധമായിട്ട് തുടരുന്നു. എന്നാൽ അങ്ങനെ ആയിരുന്നില്ലെന്ന് തനിക്കും അറിയാം. വിവാഹ മുഹൂർത്തം വരെ എത്തിയതാ. ഇല്ല അമ്മേ, സാരമില്ല, ഹരിയോട് ചോദിക്കാം. അതിലൊന്നും കാര്യമില്ല. ഇപ്പോ നന്ദനയും അയാളെ ഹസ്ബൻഡും ഒക്കെ എനിക്ക് നല്ല സുഹൃത്തുക്കളാണ്. ഉദയവർമ്മ നാടകത്തിന്റെ ആളാ. ആ ശരി. പിന്നെ ബിസിനസ്സുകളും ഉണ്ട്. പുള്ളി ശരിക്കും അതിൽ ഇൻവോൾവ് അല്ല. കലയും കച്ചവടവും തമ്മിലുള്ള ഒരു പൊരുത്തമില്ലായ്മയില്ലേ, അത് ഉദയവർമ്മ അനുഭവിക്കുന്നുണ്ട്.
ആരാ? ഉദയവർമ്മയുടെ കാര്യ. ഞാൻ പറഞ്ഞു കേട്ടില്ല താൻ. ആ, എന്നിട്ടെന്താ സുപ്രിയയുടെ അഭിപ്രായം? ഹലോ, ആ, തന്റെ അഭിപ്രായം പറഞ്ഞില്ല. ഞാൻ എന്താ അഭിപ്രായം പറയാനാ? കലയിലും കച്ചവടത്തിലും മാത്രമല്ല, ലോകത്ത് തമ്മിൽ പൊരുത്തമില്ലാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട്. ഞാൻ ഹരിയോട് മറ്റൊരു കാര്യം ചോദിക്കട്ടെ? ഒരാവശ്യത്തിന് കുറച്ച് ക്യാഷ് വെച്ചാൽ തരുമോ? ആവശ്യത്തിനാണെങ്കിൽ തരാതിരിക്കേണ്ട കാര്യം എന്താ? തന്നെയുമല്ല, സുപ്രിയയുടെ ഒരു ആവശ്യം പറയുമ്പോ അതിന് ആമുഖം എന്തിനാ? അങ്ങനെയാണെങ്കിൽ ഹരിക്കൊരാവശ്യം വന്നാ എന്നോട് പൈസ ചോദിക്കോ? ഇതെന്താ ചോദ്യോത്തര പരമ്പരയോ? അങ്ങനെ ഒരു സാഹചര്യം വന്നാ സുപ്രിയയുടെയും പൈസ ചോദിച്ചേക്കും. എന്റെ കയ്യിൽ നിന്ന് പണം വാങ്ങുന്നതിൽ കുറച്ചിലില്ലെന്നർത്ഥം. കുറച്ചിലിന്റെ പ്രശ്നം എന്താ? എങ്കിലേ ഹരിക്കൊരാവശ്യമുണ്ട്, അത് എന്റെയും കൂടെ ആവശ്യമാണ്. കൺഫ്യൂഷൻ ഉണ്ടാക്കാത്ത കാര്യം എന്താന്ന് വെച്ചാ പറ. ബ്രാൻഡഡ് കമ്പനിയുടെ ഒരു 4-5 ജോഡി ഷർട്ടും ജീൻസും വാങ്ങിക്കണം. അതാണോ? വാങ്ങിച്ചോളൂ. പക്ഷെ വൃത്തി ഉണ്ടാവണം. ഇട്ട് കാണുമ്പോ വൃത്തികേട് തോന്നാനും പാടില്ല. തന്റെ ഇഷ്ടം പോലെ സെലക്ട് ചെയ്യ്. എനിക്കല്ല ഷർട്ടും ജീൻസും, ഹരിക്കാണ്. ഹരി എന്താ മാറി നിന്നത്? ജീൻസും പാൻസും ഉപയോഗിച്ചു എന്ന് വെച്ച് ഒരു കുഴപ്പവും സംഭവിക്കില്ല. നമ്മുടെ നാട്ടിലെ കാലാവസ്ഥയ്ക്ക് മുണ്ടാണ് സുഖം. നമ്മുടെ നാട്ടിൽ ജീവിക്കുന്ന ആണുങ്ങൾ തന്നെയാ ജീൻസ് ഇട്ട് നടക്കുന്നത്. അവർക്ക് ആ ഡ്രസ്സ് സുഖമാണ്. അല്ലാതെ ദുഃഖം സഹിച്ച് ആരും ജീൻസ് ഇടുന്നില്ല. തണുപ്പ് സീസണിൽ ഡൽഹിയിൽ പോകേണ്ടി വന്നാ പാൻസും കോട്ടും ഇടില്ലേ? അതിനത് ഡൽഹി അല്ല. ഹരി, എന്റെ ഒരു ആഗ്രഹമാണ്, റിക്വസ്റ്റ് ആണെന്ന് വിചാരിച്ചോളൂ. അതിനുള്ള പൈസ ഞാൻ ചെലവാക്കാം. എന്റെ ഒരു സമ്മാനമായി വിചാരിക്കേ. അപ്പോ നാളെ നമ്മൾ ഡ്രസ് എടുക്കാൻ പോവല്ലേ? അല്ല. ഹരി, റിക്വസ്റ്റ് ആയാലും ഡിമാൻഡ് ആയാലും ഈ ആവശ്യം അംഗീകരിക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. ഒരാളുടെ ഡ്രസ് കോഡ് അയാളുടെ വ്യക്തിത്വത്തിന്റെ ഭാഗമാണ്. മറ്റൊരാൾക്ക് വേണ്ടി അഴിച്ചു പണിയാൻ പറ്റുന്നതല്ല ഒരാളുടെ ഐഡന്റിറ്റി. എനിക്കിഷ്ടമുള്ള വേഷം ഞാൻ ധരിക്കുന്നു. ഷർട്ടും മുണ്ടുമാണ് എനിക്കിഷ്ടം. ഹരി എന്നെ അവഗണിക്കുകയാണ്, മനഃപൂർവ്വം എന്നെ ഇഗ്നോർ ചെയ്യുകയാണ്. സുപ്രിയയുടെ ഇഷ്ടങ്ങളിൽ ഞാൻ ഇടപെടാൻ വരാറില്ലല്ലോ. അതാണ് എന്റെ പരാതി. ഭാര്യ എന്ന നിലയ്ക്ക് നിങ്ങളുടെ ഒരു കാര്യത്തിലും അഭിപ്രായം പറയാൻ എനിക്ക് അവകാശമില്ലേ? തീർച്ചയായും അഭിപ്രായം പറയാം, ഇടപെടാം. പക്ഷെ ഞാനതെല്ലാം അതേപടി അനുസരിക്കണം എന്നുള്ള ശാഠ്യം പാടില്ല. കാരണം താൻ ഭാര്യയാണ്, എന്റെ സൂപ്പറുണ്ടോ പ്രിൻസിപ്പളോ അല്ല. എനിക്ക് ഡ്രസ്സ് വാങ്ങിക്കാനുള്ള പണം താൻ തരാന്ന്. സുപ്രിയക്ക് എവിടുന്ന പൈസ? സ്വന്തമായിട്ട് ഒന്നും ഏൺ ചെയ്യുന്നില്ല. അപ്പോ അങ്കിളോ ആന്റിയോ തരണം. അവരുടെ കാശുകൊണ്ട് എനിക്ക് ഡ്രസ്സ് കൊള്ളാം. അവരെന്റെ അച്ഛനും അമ്മയാണ്, അപ്പൊ ഹരിയുടെ ആരുമല്ല. ആ റെസ്പെക്ട് കൊടുക്കുന്നുണ്ട് ഞാൻ. അതിനപ്പുറം അവരുടെ ചെലവിൽ ഒന്നും സ്വീകരിക്കാൻ എനിക്ക് ഉദ്ദേശമില്ല. തൻ്റെ അച്ഛൻ്റെ വീട്ടിൽ താമസിക്കാൻ ബുദ്ധിമുട്ട് പറഞ്ഞതാണ് ഞാൻ. പിന്നെയാണ് അദ്ദേഹത്തിൻ്റെ കാശുകൊണ്ട് ജീൻസ് വാങ്ങിക്കുന്നത്. ഇനി ഇത്തരം അബദ്ധങ്ങൾ പറയരുത്. എന്റെ അച്ഛന്റെ കാശ് കൊണ്ട് വാങ്ങിച്ച വീട്ടിൽ നിന്നുകൊണ്ടാണ് ഈ വീരവാദം പറയുന്നത്. കഷ്ടം. ഒന്നുമില്ല. പെറുപിറുക്കാതെ തുറന്നു പറയും. ഒന്നുമില്ലെന്ന്.